നമസ്കാരം. വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലയിൽ 42 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് വളാഞ്ചേരി MES KVM കോളേജ്. നമുക്കറിയാം, വളാഞ്ചേരിയിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ തൊഴിൽ മേഖലയിലായിരുന്നാലും അവരുടെ ഭൗതിക മണ്ഡലത്തിലായിരുന്നാലും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിസ്തുലമായ പങ്കാണ് ഈ ഒരു വിദ്യാലയം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു മൈനോറിറ്റി മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന MES എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കലാലയം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 42 വർഷമായി ഇവിടെ നിന്നും പിരിഞ്ഞുപോയ 10,000-കണക്കിന് വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. അതുപോലെ തന്നെ സാധാരണക്കാർ, എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. ഇവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് MES KVM കോളേജ് അലുമിനി അസോസിയേഷൻ. ഈ അലുമിനി അസോസിയേഷൻ പോയ ഈ 42 വർഷമായിട്ട് ഇവിടെ നിന്നും ഈ കലാലയത്തിൽ നിന്നും വിദ്യ അഭ്യസിച്ച് ഇറങ്ങിപ്പോയ ആളുകൾ ഒരിക്കൽ കൂടി ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ്. ഈ വരുന്ന 13-ാം തീയതി ശനിയാഴ്ച കാലത്ത് 9:30 മണി മുതൽ ഈ ഒരു കൂട്ടായ്മക്ക് ഇവിടെ ആരംഭം കുറിക്കും. കോവിഡിൻ്റെയും അതുപോലെ തന്നെ 2 പ്രളയങ്ങളുടെയും തൊട്ടു മുമ്പ് 2018-ലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ഒത്തുചേരുമ്പോൾ ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ ഒരു പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഇതിൻ്റെ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ വിനോദ് സാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അലുമിനിയുടെ ചാർജ് വഹിക്കുന്ന സന്തോഷ് ജി ഇവിടെയുണ്ട്. സംഘടനയുടെ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികളും ഇവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന ഒരു കേവലമായ ഒരു ഒത്തുകൂടൽ മാത്രമല്ല, അതിലുപരിയായിക്കൊണ്ട് ഇവിടുന്നും ഇറങ്ങിപ്പോയ വ്യക്തികൾക്ക് നേടിയ നേട്ടങ്ങളെ ഞങ്ങൾ അന്നിവിടെ ആദരിക്കുന്നു. പിരിഞ്ഞുപോയ അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുന്നു. അവരുടെ തന്നെ മക്കൾ, ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അൻവർ അമീൻ ചേലാട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾക്കാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വർഷം ലോക കുതിരയോട്ട മത്സരത്തിൽ 1-ാം സ്ഥാനം ലഭിച്ചത്. ഇന്ത്യക്ക് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അംഗീകാരം ലഭിക്കുന്നത്. ആ കുട്ടിക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ടൊരു പുരസ്കാരം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറഞ്ഞും അറിഞ്ഞും മനസ്സിലാക്കിയുമെല്ലാമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഒരവസരത്തിൽ ഞങ്ങൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം, പിന്തുണയും, ഇവിടെ പഠിച്ചിറങ്ങിപ്പോയ എല്ലാ വിദ്യാർത്ഥികളെയും ഈ കലാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് സാറെ ക്ഷണിക്കുന്നു. ഏറ്റവും നല്ല കോളേജുകളിൽ ഒരു കോളേജായി മാറ്റിയെടുക്കാൻ MES KVM കോളേജിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 3 അക്രഡിറ്റേഷൻ നമ്മൾ പൂർത്തീകരിച്ചു. 3-ാം അക്രഡിറ്റേഷനിൽ NAAC അക്രഡിറ്റേഷനിൽ 3.44 പോയിൻറ്റുമായിട്ട് ഒരു സമയത്ത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ സ്ഥാപനമായിട്ട് നമുക്ക് ഉയർത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അക്കാദമി സമൂഹമാണ്. അത് പഠിച്ച അധ്യാപകർ, പഠിപ്പിച്ച അധ്യാപകർ, പഠിച്ച വിദ്യാർത്ഥികൾ, പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിയായിക്കൊണ്ട് തന്നെ അധ്യാപകരായ വിദ്യാർത്ഥികൾ, ഇങ്ങനെ ഈ ഒരു അക്കാദമി സമൂഹത്തിൻ്റെ ഒരു ഒത്തുചേരലാണ് നമ്മൾ ഈ ഒരു ജനുവരി 13-ാം തീയതി യുഫോറിയ എന്ന പേരിലുള്ള ഒരു സംഗമത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അന്ന് വലിയൊരു ടേൺ ഔട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ മുൻകാല അധ്യാപകരെല്ലാം, ഈ ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങിയ അധ്യാപകരെല്ലാം ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ പഠിച്ച മുൻകാല വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി ഒത്തുചേരാനുള്ളൊരു വെമ്പലാണ് നമ്മൾ കാണുന്നത്. അത് ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായം വേണം. തീർച്ചയായിട്ടും ഇതൊരു ഇൻവിറ്റേഷനായി കണ്ടുകൊണ്ട് തന്നെ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ അധ്യാപകരും അനധ്യാപകർ, പഠിപ്പിച്ച അധ്യാപകർ, പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, അങ്ങനെ ആ രീതിയിലുള്ള എല്ലാവരെയും ഈ ക്യാമ്പസിൻ്റെ ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ട് വരണം എന്ന് സൂചിപ്പിക്കുന്നു. ഇതൊരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ എല്ലാവിധ സഹായവും ആവശ്യമാണെന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഈ 1981 കോളേജ് സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ പറയേണ്ടത്. അന്ന് മുതൽ 2023 വരെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മാഗസീനുകളാണ്. ഈ മാഗസീനുകളുടെ ഉള്ളിൽ നിന്നൊക്കെ വിവിധ തരത്തിലുള്ള അന്നത്തെ കാലഘട്ടത്തിലുള്ള ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടൊരു നൊസ്റ്റാൾജിക് കോർണർ നമ്മൾ ഒരുക്കുന്നുണ്ട്.
അതും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്നുകൂടി നിലവിലുള്ള രീതിയിലല്ലാതെ ഒരു അട്രാക്റ്റീവ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ അലുമിനി അസോസിയേഷൻ്റെ സംഘാടകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീർച്ചയായും സഹകരണം ഉണ്ടായിരിക്കണം. നമ്മുടെ പഴയ ഓർമ്മകൾ പങ്കുവെക്കുവാനും അധ്യാപകരെ കാണുന്നതിനും നമ്മുടെ സഹോദരന്മാരായ ആ കാലത്ത് നമ്മുടെ കൂടെ പഠിച്ചവരെ കാണുന്നതിനൊക്കെയുള്ള ഒരവസരമാണ് അലുമിനി ഒരുക്കുന്നത്. അതിലേക്കൊക്കെ പരമാവധി ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലാണ് ഞങ്ങൾ ഈ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിവരങ്ങൾ പരമാവധി നിങ്ങൾ പഴയ വിദ്യാർത്ഥികൾ എത്തിക്കാനുള്ള ഒരു ഉപാധിയായി കണ്ടുകൊണ്ട് നിങ്ങളുടെയൊക്കെ പരിപൂർണമായ സഹകരണവും പിന്തുണയും ഈ അലുമിനി മീറ്റിനുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ.